കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായ ശ്രീ BT അനിൽകുമാറാണ് സി മലയാളം ന്യൂസിനൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം തങ്കമണി എന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം പുറത്തിറങ്ങിയ സിനിമയാണ്. സിനിമ തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. തങ്കമണിയെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. എന്തായാലും ആദ്യം സ്വാഗതം. സി മലയാളം ന്യൂസിനൊപ്പം ചേരുകയാണ്. വളരെ സന്തോഷം. തങ്കമണിയെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം. എങ്ങനെയാണ് തങ്കമണിയുടെ ഒരു ആദ്യ റെസ്പോൺസൊക്കെ കാണുന്നത്? തങ്കമണി സിനിമ ദിലീപ് നായകനായിട്ടുള്ള സിനിമയാണ്. പിന്നെ അതൊരു റിയൽ ഇൻസിഡൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു ഫിക്ഷൻ സിനിമ എന്നുള്ള നിലയ്ക്ക്, അതുമാത്രമല്ല ഈ തങ്കമണി സംഭവം വായിച്ചറിഞ്ഞും മനസ്സിലാക്കിയും നേരിട്ട് അനുഭവമുള്ള ഒരുപാട് ആൾക്കാർ മലയാളികളായിട്ടുണ്ട്. ഈ താല്പര്യമുള്ളവർ മുഴുവൻ പേരും ഗൂഗിൾ ചെയ്തൊക്കെ തങ്കമണി സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ സിനിമയ്ക്ക് ഈ തങ്കമണി എന്ന പേരുകൊണ്ട് തന്നെ ആദ്യം ഒരു വലിയ ഹൈപ്പുണ്ടായി. അപ്പോൾ ആ ഹൈപ്പിന് അനുസരിച്ച് സിനിമ വന്നോ എന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയും വിലയിരുത്തുകയും ചെയ്യുകയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു മിക്സഡ് റെസ്പോൺസാണ് പൊതുവെ തിയേറ്ററുകളിൽ നിന്ന് തങ്കമണിക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷേ ഈ തങ്കമണി സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു പഠനമൊക്കെ നടന്നിട്ടുണ്ടാവും. ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അതിനോടുകൂടി ചേർത്തിട്ടാണ് ആ പെണ്ണിൻ്റെ പേരല്ല തങ്കമണി എന്നുള്ള താങ്കൾ എഴുതിയ പാട്ട്. ആ പാട്ട് ഹിറ്റാണ്. തുടക്കത്തിൽ തന്നെ ആ പാട്ട് വഴി ഒരു വലിയ ശ്രദ്ധ, അല്ലെങ്കിൽ തന്നെ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ഇത് അനൗൺസ് ചെയ്ത കാലം തൊട്ട് തന്നെ തങ്കമണി ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. ഈ പാട്ട് പെണ്ണിൻ്റെ പേരല്ല തങ്കമണി എന്ന പാട്ട് കൂടി പുറത്തു വന്നപ്പോഴേക്ക് ഒരു പ്രത്യേക ശ്രദ്ധ അതിന് ലഭിച്ചു. ആ പാട്ടിനെ കുറിച്ച് പറയൂ. എങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തിയത്? അതിൻ്റെ വരികൾ രൂപപ്പെടുത്തിയത് എങ്ങനെയാണ്? എന്തൊക്കെ പ്രിപ്പറേഷൻസ് അതിനുവേണ്ടി ഉണ്ടായിരുന്നു? 1986 തങ്കമണി സംഭവം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഇന്നത്തെ പോലെ ഇത്ര സജീവമായിട്ട് മാധ്യമങ്ങൾ രംഗത്തുള്ള സമയമല്ല. എന്നിട്ട് പോലും പത്രമാധ്യമങ്ങൾ വളരെ ലൈവായിട്ടാണ് എല്ലാ ദിവസവും തങ്കമണിയിൽ നടന്ന നരനായിട്ടെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത്. അതുമാത്രമല്ല, യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ അക്കാലത്ത് തങ്കമണിയിലുള്ള പോലീസ് അട്രോസിറ്റീസിനെതിരെ നടന്നു. അതോടൊപ്പം തന്നെ തങ്കമണിയിൽ യഥാർത്ഥ പോലീസ് നരനായിട്ടിന് വിധേയരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചില ആൾക്കാർ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന് ആ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് എൻ്റെ സുഹൃത്തു കൂടിയ മാധ്യമപ്രവർത്തകൻ രതീഷ് രഘുനന്ദൻ ഇത് സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാനും തങ്കമണിയിൽ ചില ദിവസങ്ങൾ ചിലവഴിക്കുകയും അവിടുത്തെ ചില ആൾക്കാരുമായിട്ട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ പാട്ട് രൂപപ്പെട്ടത് വാസ്തവത്തിൽ ഇങ്ങനൊരു പാട്ട് ആ സിനിമയ്ക്കുള്ളിൽ ആദ്യം പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഈ സ്വാഭാവികമായിട്ടും ദിലീപ് നായകനാകുന്ന ഒരു സിനിമയിൽ അതൊരു തമാശ സിനിമയാണെന്ന് വിചാരിക്കാനുള്ള ഒരു പ്രവണതയാണ് ആദ്യം പുറത്തു വരിക. പിന്നെ മാത്രമല്ല, തങ്കമണി എന്ന് പറയുമ്പോൾ എന്താണ് ആ തങ്കമണി? ഇപ്പോൾ ഞാൻ ആ സമയത്ത് സംസാരിച്ച പല മാധ്യമപ്രവർത്തകർക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളതല്ലാതെ എന്താണ് റിയൽ തങ്കമണി എന്നുള്ളത് ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്കമണി എന്ന് പറയുന്നത് അതൊരു വിശദീകരണം ആവശ്യമുള്ള ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു പാട്ടിനെക്കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ ഈ പാട്ട് രൂപപ്പെടുകയും ചെയ്തത്. ആ പാട്ട് പാടിയിരിക്കുന്നതിൻ്റെ സംഗീത സംവിധായകൻ തന്നെയാണ് വില്യം ഫ്രാൻസിസ്. അതെ. നിങ്ങളുടെ ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്തുള്ള പരസ്പരമുള്ള കൂട്ടിച്ചേർക്കലുകളും ഒക്കെ എങ്ങനെയായിരുന്നു? സാധാരണ ബിനോയ്ക്ക് അറിയാമല്ലോ, ഇപ്പോൾ പാട്ടുകൾ പലതും ആദ്യം സംഗീതം നൽകിയ ശേഷമാണ് വരികളെ കുറിച്ച് ആലോചിക്കുന്നത് പോലും. വരി എന്ന് പറയുന്ന രണ്ടാമത്തെ ഘടകമാണ് ഇപ്പോഴത്തെ പുതിയ സിനിമ പാട്ടുകൾ. പക്ഷേ തങ്കമണി, ഈ പെണ്ണിൻ്റെ പേരല്ല തങ്കമണി എന്ന് പറയുന്ന പാട്ട് രതീഷിനോട് ആവശ്യപ്പെട്ടു. തങ്കമണി സംഭവം ഒന്ന് സ്പർശിക്കുന്ന തരത്തിൽ, അതെന്താണ് ആ സംഭവം എന്ന് വിശദീകരിക്കുന്ന തരത്തിലൊരു പാട്ട് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുന്ന് എഴുതിയ പാട്ടാണ്. ഈ പാട്ട് അതേപടി വില്യംസിന് അയച്ചു കൊടുത്തു. വില്യംസ് സാധാരണഗതിയിൽ വളരെ ഹെസിറ്റൻ്റാണ് ഈ ഇത്തരം, അതായത് പിന്നെ വരികൾ എഴുതി സംഗീതം ചെയ്യാൻ വില്യംസ് ഒന്നും മടിക്കുന്ന പല സന്ദർഭങ്ങളും എനിക്കറിയാം. അല്ല, അതിപ്പോഴത്തെ പൊതുവെ അങ്ങനെയാണ് വില്യംസ് പ്രത്യേകിച്ചും. അപ്പോൾ വില്യംസിനോട് എപ്പോഴും പറയുന്നത് ട്യൂൺ ചെയ്ത് തന്നതിന് ശേഷം പാട്ട് എഴുതാം. പക്ഷേ ഈ തങ്കമണി, പെണ്ണിൻ്റെ പേരിലെ തങ്കമണി പാട്ടിൻ്റെ വരികൾ കിട്ടിയ നിമിഷം തന്നെ വില്യംസ് പറഞ്ഞു ഇത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, നിമിഷങ്ങൾക്കുള്ളിൽ പുള്ളി ഈ പാട്ടിൻ്റെ ഈണം ചെയ്ത് എനിക്ക് കേൾപ്പിക്കുകയും ചെയ്തു. ആ കേൾവി തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന അതിൻ്റെ ഈണം. വാസ്തവത്തിൽ അത് വളരെ പെയിൻഫുള്ളായിട്ടുള്ള അനുഭവങ്ങൾ പുറത്തുകൊണ്ട് വരുന്ന തരത്തിലാണ് വില്യംസ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വരിയുടെ മാത്രമല്ല, അതിൻ്റെ ഈണത്തിൻ്റെ പ്രത്യേകത കൊണ്ടുകൂടിയാണ് ആ പാട്ട് ശ്രദ്ധേയമായത്. എനിക്ക് തോന്നുന്നു പക്ഷേ അതിനകത്ത് കുറച്ച് കവിതയുണ്ട്, പിന്നെ അതൊരു താളത്തിലാണ്. ഈ പലപ്പോഴും ഈ ഗാനരചയിതാക്കളെ കുറിച്ച് പറയുന്ന ഒരു പ്രശ്നം, ഈ കവികളല്ല ഏറെ പേരും ഇപ്പോൾ പാട്ടെഴുത്തുകാർ. ഒരു പക്ഷേ BT അനിൽകുമാറിലൊരു കവിയുണ്ട്, കവിതകൾ എഴുതിയിരുന്നു ധാരാളം.
ഇപ്പോൾ അങ്ങനെ കവിതകൾ എഴുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കവിതകൾ ധാരാളം എഴുതിയിരുന്നൊരു കാലം പി ടി അനിൽകുമാറിനുണ്ടായിരുന്നു. അപ്പം ഈ താളത്തിലെ മീറ്ററിലെ ഒരു സംഭവം വിശദീകരിക്കേണ്ടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ 2 വരിയിൽ പെണ്ണിൻ്റെ പേരല്ല തങ്കമണി, വെന്ത നാടിൻ്റെ പേരാണ് തങ്കമണി എന്നൊരു താളം കൂടെ ചിലപ്പം സഹായിച്ചിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. അല്ല, തീർച്ചയായിട്ടും. അതായത് ഈ കവികൾക്ക്, പ്രത്യേകിച്ചും കവിത എഴുതാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സിനിമാ പാട്ട് എഴുതേണ്ടി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമെന്ന് പറയുന്നത് ഈണമിട്ട ശേഷം എഴുതേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈണത്തിനകത്തും താളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മോശമായിട്ടുള്ളൊരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ സ്വതന്ത്രമായിട്ടൊരു പാട്ട് എഴുതാൻ അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരല്പം ആധിപത്യം നേടുക കവിത തന്നെ ആയിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അങ്ങനെ ആണ് പെണ്ണിൻ്റെ പേരല്ല തങ്കമണിക്ക് നമുക്കൊരു സ്വതന്ത്ര സ്വഭാവത്തിൽ എഴുതാൻ സാധിച്ചതുകൊണ്ട് അങ്ങനെ എഴുതി എന്നേ ഉള്ളൂ. ഈ തങ്കമണിക്ക് വലിയൊരു റിലീസ് കിട്ടി, വൈഡ് റിലീസ് കിട്ടി. അത് വല്ലാത്ത പ്രൊമോഷനും കിട്ടി, വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു, വലിയ പ്രചാരണം എല്ലാ തരത്തിലും ചെയ്തു. നടീനടന്മാരടക്കമുള്ള പ്രൊമോഷൻസൊക്കെയും ചെയ്തു. പക്ഷേ തങ്കമണി പ്രതീക്ഷിച്ചതുപോലെ ഒരു ഹിറ്റിലേക്ക് വന്നോ എന്നുള്ളൊരു കാര്യം ഒരു സംശയമുണ്ട്. ഒന്ന്, നെഗറ്റീവ് റിവ്യൂസ് ധാരാളം തങ്കമണിയെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാർ ആദ്യത്തെ ദിവസത്തെ റിയാക്ഷനുകൾ കണ്ടപ്പോൾ, ഇത്തരം നെഗറ്റീവ് റിവ്യൂസൊക്കെ കണ്ടപ്പോൾ നിങ്ങളെത്തിയ ഒരു തീരുമാനം എന്താണ്? അല്ല, ഏത് സിനിമയും നമ്മൾ ഈ റിലീസിന് തൊട്ട് മുമ്പ് വരെ മാത്രമേ അതിൻ്റെ സംഘാടകർക്കും അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ മേൽ ഒരു അഭിപ്രായം പറയാൻ അവകാശമുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പബ്ലിക് ഡൊമൈനിലാണ്. ഇപ്പോൾ പൊതുജനത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്ര ഹോംവർക്ക് ചെയ്തെന്നും ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും അത് ഫൈനൽ എൻഡ് പ്രോഡക്റ്റാണ് ആൾക്കാർ വിലയിരുത്തുന്നത്. അതാണ് ആദ്യത്തെ ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അവർക്കെന്തും അഭിപ്രായം പറയാം. ഇപ്പം സിനിമ എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള പെയിനോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കഷ്ടപ്പാടുകളോ ഒന്നും മനസ്സിലാക്കാതെ ഏറ്റവും ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ കണ്ടതിന് ശേഷം അവർ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുകയാണ്. അതിന് തീർച്ചയായിട്ടും അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളല്ല. പലപ്പോഴും അവർ നേരത്തെ തന്നെ കരുതിക്കൂട്ടി തീരുമാനിച്ച് വെച്ചിട്ട് പറയാനുള്ള ചില കാര്യങ്ങൾ കുറച്ച് ഫ്ലേവേഴ്സൊക്കെ ചേർത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഒരു സിനിമയെപ്പറ്റി പറഞ്ഞാൽ ഏറ്റവും വ്യൂവർഷിപ്പ് അവർക്ക് കിട്ടുമെന്നുള്ളതാണ്, ഏറ്റവും ഹിറ്റ് കിട്ടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ. അപ്പോൾ ആ ലക്ഷ്യത്തിൽ ആദ്യത്തെ ദിവസം തന്നെ നെഗറ്റീവ് കമൻറ്റുകൾ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിൽ പോലും പറഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന അത്ര ആക്രമിക്കപ്പെടേണ്ട ഒരു സിനിമയല്ല തങ്കമണി. പിന്നെ രണ്ടാമത്തത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രം ദിലീപാണല്ലോ ചെയ്തത്. അപ്പോൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ദിലീപിനെതിരായിട്ടുള്ള സംഘടിതമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ ആക്രമണവും ഉണ്ടാകുന്നു. ഇത് രണ്ടുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സിനിമയിൽ പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാകാം, അത് തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യേണ്ടതാണ്, അത് റിവ്യൂ ചെയ്യുകയും ചെയ്യും. ഒരുപക്ഷേ ദിലീപിൻ്റെ ഒരു പ്രതിച്ഛായയ്ക്ക് വന്നൊരു പ്രശ്നം ഒക്കെ ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ഇതിനകത്ത് പൊതുവേ ഈ സിനിമ സീരിയസ് ആയിട്ട് കണ്ട ആൾക്കാർ പൊതുവേ പറഞ്ഞൊരു അഭിപ്രായം ദിലീപിൻ്റെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ടെന്നാണ്. ദിലീപ് 2 കാലഘട്ടത്തിലെ കഥാപാത്രമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ആ 2 കാലഘട്ടത്തിലെയും കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് അദ്ദേഹം നന്നായിട്ട് പ്രകടിപ്പിച്ചു എന്ന് തന്നെയാണ് സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷേ എങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമണവും ഉണ്ടാകുന്നു. ദിലീപിനെതിരെ ഒറ്റയ്ക്കും സിനിമയ്ക്കെതിരെ പൊതുവേയും സംഘടിതമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നു. അപ്പം വാസ്തവത്തിൽ അതെന്താണ് എന്ന് നമ്മൾ കൂട്ടായിട്ട് സിനിമാ രംഗത്തുള്ളവരും അല്ലാത്തവരും മാധ്യമപ്രവർത്തകരൊക്കെ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഈ മലൈക്കോട്ടെ ഈ വാലിബന് സംഭവിച്ചതുപോലെ ഒരു കുറച്ച് കാണിക്കൽ, ഒരു ഇടിച്ചു താഴ്ത്തൽ, അതുതന്നെയാണ് തങ്കമണിക്കും സംഭവിച്ചത്, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞ അതായത് ഈ റിവ്യൂവർമാരുടെ ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ അവരുടെ ഒരുപക്ഷെ അർഹിക്കുന്നതിലേറെ പ്രാധാന്യം റിവ്യൂവർമാർക്ക് കാഴ്ചക്കാർ കൊടുക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടല്ലോ. അല്ല, ഇതിനകത്ത് ഈ റിവ്യൂ തന്നെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നത്. എനിക്കറിയാം ചില പ്രധാനപ്പെട്ട ബ്ലോഗർമാരുടെ റിവ്യൂ എല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റ് എലമെൻ്റായിട്ടാണ് ആൾക്കാർ കാണുന്നത്. അത് ഏത് സന്ദർഭത്തിലാണോ നമ്മൾ കൂടി ഉൾപ്പെട്ട ഒരു കണ്ടൻറ്റിനെതിരെ വരുന്നു അപ്പോൾ മാത്രമേ നമുക്കത് വേദനിക്കൂ. അല്ലാത്ത സമയത്ത് ഒരുപക്ഷെ നമ്മളും മാറിയിരുന്ന് ഇത് ആസ്വദിച്ചെന്ന് വരാം. ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ പോലൊരു വലിയ സിനിമ വരുമ്പം അതിന് ഒരു വലിയ ഹൈപ്പ് കിട്ടിയത് കൊണ്ട് തന്നെ ആദ്യ ദിവസം ഇറങ്ങി മാരകമായിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു സർഗാത്മക പ്രവർത്തനത്തിനും നേരിടേണ്ടി വരാത്ത ഒരു പ്രതിസന്ധിയാണ്. അത് സിനിമയെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ, ഒരുപക്ഷെ മലയാള സിനിമയെ സംബന്ധിച്ച് മാത്രമായിരിക്കും ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഈ തങ്കമണിയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഓവർസീസിൽ നിന്ന് കണ്ടിട്ടുള്ള ചില ആൾക്കാരുടെ റിവ്യൂസ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. അവർ വളരെ ജെനുവിനായിട്ട് പറയുന്നു. അതിനകത്ത് പ്ലസ് ആൻഡ് മൈനസ്, അതിൻ്റെ ഫ്ലോസും അതിൻ്റെ നല്ല പോയിൻറ്സും എല്ലാം പറയുന്നുണ്ട്.
അപ്പം വാസ്തവത്തിൽ അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വിമർശനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഏത് സിനിമയും ഇതൊരു വലിയ സാമ്പത്തികം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണല്ലോ, സ്വതന്ത്രമായിട്ടൊരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനം അല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പരിഗണന ഏത് വിമർശകരും നൽകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ദയയില്ലാത്ത റിവ്യൂ ചെയ്യലാണല്ലേ പലപ്പോഴും? അതെ, പലപ്പോഴും സംഭവിക്കുന്നതാണ്. അത് ചില വിമർശിക്കപ്പെടേണ്ട ഘടകങ്ങൾ മാന്യമായിട്ടുള്ള വിമർശനത്തിന് വിധേയമാക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് ജയമോഹൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞ വിമർശനം നമ്മൾ കേട്ടു. വളരെ ഉപരിപ്ലവമായ ഒന്ന്. ആ അഭിപ്രായം അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത്, ചിലപ്പോൾ ഈ കേരളത്തിൽ നിന്ന് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാരിൽ ചിലർ മദ്യപിച്ച് കൂത്താടുന്നുണ്ടാവാം. പക്ഷേ അതൊരു ജനറലൈസ് ചെയ്തിട്ട് ജയമോഹനെ പോലുള്ളൊരു വലിയ എഴുത്തുകാരൻ പറയുമ്പോൾ അതിലെവിടെയോ പ്രശ്നമുണ്ടെന്ന് തോന്നും. ഇത്തരം ജനറലൈസ് ചെയ്തിട്ടുള്ള ക്രിറ്റിസിസംസാണ് പലപ്പോഴും മലയാള സിനിമയ്ക്ക് നേരിടേണ്ടി വരുന്നത്. VT അനിൽകുമാർ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? സിനിമ തന്നെയായിരുന്നു എല്ലാ കാലത്തും ഒരു സ്വപ്നവും ആഗ്രഹവും. നമ്മളെല്ലാവരും ഇപ്പോൾ ബിനോയ് ഉൾപ്പെടെയുള്ള നമ്മുടെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന പലർക്കും സിനിമ ഒരു സ്വപ്നമാണ്. നമ്മൾ വിഷ്വൽ മീഡിയയിൽ വരുന്നത് സിനിമ ഒരു വിഷ്വൽ മീഡിയ ആയതുകൊണ്ടാണ്. ഞാൻ മാധ്യമ മേഖലയിൽ അല്ലെങ്കിൽ ഫ്രീലാൻസായിട്ട് പത്രപ്രവർത്തനം തുടങ്ങിയ ഒരാളാണ്. അന്ന് ഈ പത്രത്തിൽ എഴുതി വരുന്ന ആർട്ടിക്കിൾസൊക്കെ വായിച്ചിട്ട് നാട്ടുകാർ ഞാനൊരു സാഹിത്യകാരനാണെന്നാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. അതായത് നമ്മൾ ഫീച്ചർ എഴുത്തുകാരും സാഹിത്യകാരന്മാരാണെന്ന് വിചാരിക്കുന്ന അത്തരം ആ പേര് കൊണ്ട് നമ്മളെ പല ഉത്സവ പറമ്പുകളിലും വിളിക്കുന്ന, ചില ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നൊക്കെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് കൊള്ളാം എന്ന് തോന്നി. അപ്പോൾ എഴുത്ത് നല്ലതാണ്, ക്രിയേറ്റിവിറ്റി നല്ലതാണ് എന്ന് തോന്നി. അപ്പം അങ്ങനെ സിനിമയായിട്ട് ചേർന്ന് നിൽക്കാനായിരുന്നു എല്ലാ കാലത്തും താല്പര്യം. എൻ്റെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെല്ലാം സിനിമ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾ അത്തരം ആൾക്കാരെ കാണുമ്പം സിനിമയെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അത്തരം സംസാരങ്ങളിൽ നിന്ന് ചില സൗഹൃദ കൂട്ടായ്മകളിലൂടെയാണ് അവസരങ്ങൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അല്ലാതെ എന്നെ ഒരു സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരനല്ല ഞാൻ. എന്നെ വിളിക്കുന്നതെല്ലാം എൻ്റെ സൗഹൃദ കൂട്ടായ്മകളിൽ നിന്നാണ്. രതീഷ് രഘുനന്ദനുമായിട്ട് ചേർന്നിട്ട് രണ്ടാമത്തെ പടമാണ്. രതീഷിൻ്റെ ആദ്യത്തെ ഉടലിലും VT അനിൽകുമാർ പാട്ട് എഴുതിയിരുന്നു. എങ്ങനെയാണ് ആ സൗഹൃദം രൂപപ്പെട്ടത്? ഞാൻ ദീർഘകാലം അമൃത TV-യിൽ മാധ്യമപ്രവർത്തകനായിരുന്നു. അപ്പോൾ അമൃതയിൽ ബെസ്റ്റ് സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിയാലിറ്റി ഷോയിൽ ഏറ്റവും മികച്ച സിറ്റിസൺ ജേർണലിസ്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് രതീഷ്. പിന്നീട് രതീഷ് അമൃത TV-യിൽ റെഗുലർ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചേരും അപ്പോഴൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നത് സിനിമ മാത്രമായിരുന്നു. അപ്പോൾ രതീഷിൻ്റെ മനസ്സിൽ അന്നു മുതൽ നിരവധി കഥകളുണ്ട്. ഒരുപക്ഷെ തങ്കമണിയുടെ കഥ ഉൾപ്പെടെ പുള്ളിയുടെ ഏറ്റവും യങ്ങർ ഏജിൽ രൂപപ്പെട്ട കഥകളാണ്. ഇതുപോലെ നിരവധി കഥകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിലുള്ള കഥകൾ ഞാൻ രതീഷിനോടും, രതീഷിൻ്റെ മനസ്സിലുള്ള കഥകൾ എന്നോടും ഞങ്ങൾ പരസ്പരം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ രതീഷ് ഈ കോവിഡ് സമയത്ത്, അതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് 2 സിനിമ പ്ലാൻ ചെയ്തിരുന്നു. ഒന്ന് മിഠായി തെരുവ് എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഷൂട്ടിന് തൊട്ട് മുമ്പ് നിന്നുപോയ സിനിമയാണ്. അതുപോലെ തന്നെ നടൻ സത്യൻ്റെ ജീവചരിത്രം ആസ്പദമാക്കിയിട്ടുള്ള ഒരു ബയോപിക് ജയസൂര്യ നായകനായിട്ട് അത് പ്ലാൻ ചെയ്തിരുന്നു. ഈ 2 സിനിമയും പല ഘട്ടങ്ങളിൽ നിൽക്കുമ്പോഴാണ് കോവിഡ് വന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും വളരെയധികം മാനസിക സംഘർഷത്തിലൊക്കെ ആയി, എല്ലാവരെ പോലെ ഞങ്ങളും. ആ സമയത്ത് രതീഷ് രൂപപ്പെടുത്തിയ ഒരു പുതിയ കഥയാണ് ഉടൽ. അപ്പോൾ അതിൻ്റെ ആലോചനാഘട്ടം മുതൽ ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പാട്ടിന് യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ വില്യം ഫ്രാൻസിസ് എന്ന് പറയുന്ന സംഗീത സംവിധായകൻ അതിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ വന്നപ്പോൾ അതിൻ്റെ അവസാന സന്ദർഭത്തിൽ ഒരു പാട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് വില്യംസ് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രതീഷിനെ വിളിക്കുകയും വില്യംസിൻ്റെ ഈണത്തിനനുസരിച്ച് ആ സിനിമയുടെ മുഴുവൻ കഥയും എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ എഴുതിയ ഒരു പാട്ടാണത്. അതും വാസ്തവത്തിൽ നല്ല ശ്രദ്ധ കിട്ടി. അവിടെ നിന്ന് ഇങ്ങോട്ട് വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. ലൈക്ക സിനിമയിലെ തനിയെ എന്നുള്ള പാട്ട്, ഈ പാട്ടിന് ക്രിറ്റിക്സ് അവാർഡ് കൂടെ കിട്ടുകയുണ്ടായി. സതീഷ് രാമേന്ദ്രൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനുമായിട്ട് ചേർന്നിട്ട് കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ലൈക്ക അതിൻ്റെ ഒരു ഭാഗമാണ്. വേറെയും സിനിമകൾ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുകൂടി പറയും. സതീഷ് രാമേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വാസ്തവത്തിൽ ഞങ്ങൾ ലൈക്കയിലൂടെയാണ് പരിചയപ്പെടുന്നത്. ലൈക്കയിൽ പാട്ടുകൾ ഉണ്ട്, 2 പാട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സംവിധായകൻ ഡോക്ടർ ആഷാദാണ് എന്നെ ആ സിനിമയിലേക്ക് വിളിച്ചത്, ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്തായിട്ടുള്ള സെൽവരാജ് വഴി. അപ്പോൾ സതീഷ് രാമേന്ദ്രനെ ഞാൻ ആദ്യം കാണുമ്പോൾ തന്നെ അദ്ദേഹം ലൈക്കയിലേക്കുള്ള തനിയെ തനിയെ എന്ന പാട്ടിൻ്റെ ഈണം തയ്യാറാക്കിയിരുന്നു. ഒറ്റ കേൾവിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഈണമാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ പാട്ടെഴുതി കൊടുത്തപ്പോൾ സതീഷിനും അതേ അളവിൽ തന്നെ ആ പാട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. അതിനുശേഷം വീണ്ടും ചില സിനിമകൾ, ഇപ്പം നായകൻ പൃഥ്വി എന്ന് പറയുന്ന വരാനിരിക്കുന്ന ഒരു സിനിമയിൽ ഞാനും സതീഷും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാമ്പള്ളി സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ സിനിമ
അതിനകത്ത് പാമ്പള്ളിയുടെ പൊതുവായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള കവികൾ, ഒന്നിലധികം കവികളെ പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ബിനോയ് കൃഷ്ണൻ എന്ന് പറയുന്ന താങ്കൾ ഉൾപ്പെടെ, താങ്കളും ഞാനും അതിനകത്ത് നമുക്ക് ഒരുമിച്ച് എഴുതാൻ അവസരം കിട്ടിയ ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ സൗഹൃദത്തിൽ നിന്ന്, നല്ല സംഗീതത്തിൽ നിന്ന് പുതിയ പാട്ടുകളും സിനിമാ അനുഭവങ്ങളൊക്കെ ഉണ്ടായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 7 സിനിമകൾ ഇപ്പോൾ കഴിഞ്ഞു. ഈ പാമ്പള്ളിയുടെ സിനിമയൊക്കെ ഇനി 8ാമത്തെ 9ാമത്തെ ഒക്കെ സിനിമ ആയിരിക്കാനാണ് സാധ്യത. ഇതുവരെ കുറച്ച് പാട്ടുകൾ എന്തായാലും ചെയ്തു. അതിൽ നല്ല പാട്ടുകളുണ്ട്, ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകളുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഒരു വേർതിരിവിലാണ് ഞാൻ പറയുന്നത്. തങ്കമണിയോടാണോ ഏറ്റവും ഇഷ്ടം, അതല്ലെങ്കിൽ ഏത് പാട്ടിനോടാണ് ഏറ്റവും ഇഷ്ടം? ഇനി വരാൻ പോകുന്നൊരു പാട്ടിനെ പറ്റി നമുക്ക് വരട്ടെ. ഞാൻ ഇതുവരെ എനിക്ക് എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വാസ്തുവിൽ ഈ തനിയെ തനിയെ എന്ന് പറയുന്ന പാട്ടാണ്. അതിൻ്റെ ലിറിക്കലായാലും അതിൻ്റെ ഈണം കൊണ്ടും ഞാൻ ഏറ്റവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പാട്ട് അതാണ്. അതെനിക്ക് ഫിലിം ക്രിറ്റിക്സിൻ്റെ പ്രത്യേക പരാമർശവും കിട്ടി. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്കമണിയാണ്. കാരണം തങ്കമണി എന്ന് പറയുന്നത് ഒരു സ്റ്റാർ മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിഷ്യൽ അറ്റൻഷൻ കിട്ടി. ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഈ തങ്കമണിയുടെ പെണ്ണിൻ്റെ പേരിലുള്ള പാട്ട് ആദ്യം ഇറങ്ങുന്ന സമയത്ത് തന്നെ നിമിഷ നേരം കൊണ്ട് ഇത് മീറ്റർ ഓടിപ്പോകുന്നത് പോലെ ഇതിൻ്റെ വ്യൂവർഷിപ്പ് കയറി വരുന്നത് നമുക്ക് വളരെ ആഹ്ലാദത്തോടു കൂടി കാണാം. മറ്റത് അതിന് എത്ര നല്ല പാട്ട് എഴുതിയാലും ഒരു സ്റ്റാർ ഇല്ലെങ്കിൽ നമുക്കതൊരിക്കലും വേണ്ടത്ര അറ്റൻഷൻ വേണ്ടത്ര ശ്രദ്ധ കിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവം. അതുപോലെ തന്നെ ഈ തങ്കമണിയിൽ രണ്ടാമത്തെ പാട്ട് പ്രണയഗാനം 1986 കാലഘട്ടത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു പ്രണയഗാനമാണെങ്കിലും അത് വളരെ വേഗത്തിൽ 11 ലക്ഷം പേരാണ് കണ്ടത്, ആ പാട്ട് കേട്ടത്. മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കോണുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മനുഷ്യർ നമ്മളെ വിളിച്ച് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. ഈ കാളിയൻ എന്നൊരു പ്രോജക്റ്റ് പൃഥ്വിരാജിനെ നായകനാക്കി ഉള്ള ഒരു പ്രോജക്റ്റ്, അത് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. അതിൻ്റെ ഷൂട്ട് എന്ന് തുടങ്ങും, എന്തൊക്കെയാണ് അതിൻ്റെ പിന്നണിയിൽ നടക്കുന്നത്, ഇതൊക്കെ അറിയാനുള്ള താല്പര്യം ഇവിടുത്തെ സിനിമാ ആസ്വാദകർക്കുണ്ട്. കാളിയൻ്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളാണ് VT അനിൽകുമാർ. എന്താണ് കാളിയനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാളിയൻ എന്ന് ഷൂട്ട് തുടങ്ങും, എന്ന് പുറത്തു വരും, എന്താണ് നിങ്ങളുടെ പ്ലാൻ? കാളിയൻ്റെ തിരക്കഥ ഞാൻ തന്നെയാണ് എഴുതിയത്. സത്യൻ ബയോപിക്കിലാണ് 2 തിരക്കഥാകൃത്തുക്കൾ. കാളിയൻ തിരക്കഥ മഹേഷ് എന്ന് പറയുന്ന മറ്റൊരു മാധ്യമപ്രവർത്തകന് വേണ്ടിയിട്ടാണ് ആ സിനിമ എഴുതിയത്. മഹേഷ് ഈ കാളിയനാസ്പദമായിട്ടുള്ള കഥയുടെ പശ്ചാത്തലത്തിൽ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് സംസ്ഥാന പുരസ്കാരം നേടിയിരുന്നു. അപ്പോൾ അതൊരു സിനിമയാക്കാൻ തീരുമാനിച്ചപ്പോൾ മഹേഷ് ഞാനുമായിട്ട് സംസാരിച്ചു. ഞാനതിൻ്റെ തിരക്കഥ എഴുതി കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒരു 10 വർഷത്തിലേറെയായി. എന്നിട്ടത് പലതരത്തിൽ ഞങ്ങളത് സിനിമയാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഈ പൃഥ്വിരാജിനെ കാണുകയും അദ്ദേഹത്തോട് ഈ തിരക്കഥ സംസാരിക്കാൻ അവസരം കിട്ടുകയും ചെയ്തത്. അപ്പോൾ ആദ്യത്തെ കേൾവിയിൽ തന്നെ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. പല കാരണങ്ങൾ കൊണ്ടത് വൈകി വന്നു. പിന്നെ കോവിഡിന് തൊട്ട് മുമ്പ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്ത് അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുകയാണ്. അപ്പോഴേക്ക് കോവിഡ് വന്നു. കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം അത് റെസ്യൂം ചെയ്യാനിരിക്കുമ്പോൾ പൃഥ്വിരാജിന് ഈ ഒരു സിനിമയുടെ ഷൂട്ടിന് ഇടയിൽ കാലിന് പരിക്ക് പറ്റി. അപ്പോൾ ഇത് വളരെ ആക്ഷൻസിനൊക്കെ പ്രാധാന്യമുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മൂവി ആയതുകൊണ്ട് കുറച്ചുകൂടി വൈകും. എന്തായാലും ഈ വർഷം അവസാനം ഇതിൻ്റെ ആദ്യ ഷെഡ്യൂൾ ഷൂട്ട് തുടങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജ് വളരെ സീരിയസ് ആയി സിനിമയെ കാണുന്ന ഒരാളാണ്. അതിപ്പോൾ മാത്രമല്ല, അദ്ദേഹം സിനിമയിൽ വന്ന കാലം തൊട്ട്, ഒരു പക്ഷേ തുടക്കത്തിലെ ഒരു ബാലാരിഷ്ടതയ്ക്കൊക്കെ ശേഷം സിനിമാ നിർമ്മാണം അടക്കം സിനിമയുടെ സകല മേഖലകളിലേക്കും അദ്ദേഹം തിരിയുകയും ഒടുവിൽ സംവിധായകനാവുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ. സിനിമയെ വളരെ വൈവിധ്യമുള്ള കണ്ണോടുകൂടി കാണുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു വിപണന സാധ്യതയൊക്കെ പ്രത്യേകം കാണുന്ന ഒരാളാണ്. അഭിനയിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തന്നെ ആടുജീവിതം, ബെന്യാമിൻ്റെ ആടുജീവിതം ബസ്സി സിനിമയാക്കുമ്പോൾ അതിൽ എന്ത് ത്യാഗവും സഹിച്ച കഥാപാത്രമാകാൻ അദ്ദേഹം നടത്തുന്നൊരു ശ്രമമൊക്കെ എപ്പോഴും വാർത്തയാണ്. എന്ത് പരീക്ഷണമാണ് ഈ കാളിയനിൽ പൃഥ്വിരാജ് ചെയ്യാൻ പോകുന്നത്? എന്ത് തരത്തിലുള്ളൊരു തിരക്കഥയാണ്? അത് ഏത് തരത്തിലുള്ളൊരു സിനിമയായിരിക്കും എന്നാണ് തിരക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക്? ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ എല്ലാ അഭിനയശേഷിയും പുറത്തെടുക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കാളിയൻ. മറ്റൊന്ന്, പൃഥ്വിരാജ് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ഇതിനൊക്കെ പുറമെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു കഥാപാത്രവുമാണ് കാളിയൻ. ഈ 3 ഘടകങ്ങളുള്ളതുകൊണ്ടാണ് വാസ്തവത്തിൽ അദ്ദേഹം അത് കമ്മിറ്റ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഫിസിക്കലായിട്ടും ഒരുപാട് മെച്ചപ്പെടേണ്ട, ഫിസിക്കലായിട്ട് വളരെ മാറ്റങ്ങൾക്ക് വിധേയനായി അഭിനയിക്കാൻ വരേണ്ട ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിനും കൂടി ഉള്ള സമയം അദ്ദേഹം എപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. എനിക്ക് തോന്നുന്നു എമ്പുരാൻ കഴിഞ്ഞാൽ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ചേഞ്ചിന് സമയമെടുത്ത ശേഷം ഇമ്മീഡിയറ്റായിട്ട് കാളിയനിലേക്ക് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വളരെ വർഷങ്ങളുടെ അനുഭവമുണ്ട്. ഒരു പലതരം വാർത്തകളും പലതരം സംഭവങ്ങളുമാണല്ലോ മാധ്യമപ്രവർത്തകർ എല്ലാ ദിവസവും കാണുക. അതിലൊക്കെ ഒരു കഥയുടെ അംശം കാണാനൊക്കെ പലപ്പോഴും ഒരല്പം സർഗ്ഗശേഷിയുള്ള മാധ്യമപ്രവർത്തകർക്ക് സാധിക്കാറുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരു തിരക്കഥാരചനയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതാനിരിക്കുമ്പോൾ VT അനിൽകുമാറിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്?
എനിക്ക് വാസ്തവത്തിൽ ഈ നമ്മുടെ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മുടെ മാധ്യമ പ്രവർത്തനം കടന്നു വരരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. മാധ്യമ പ്രവർത്തന കാലത്ത് നമുക്കുണ്ടായ അനുഭവങ്ങൾ വാസ്തവത്തിൽ ഒരു വലിയ പുസ്തകത്തിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ളതിനേക്കാൾ കൂടുതലുണ്ട്. അതിൽ തീർച്ചയായിട്ടും ബിനോയ് സൂചിപ്പിക്കുന്നത് പോലെ സിനിമാ സന്ദർഭങ്ങളും ഉണ്ടായി എന്ന് വരാം. പക്ഷേ ഈ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങൾ സിനിമയാക്കുക എന്ന് പറയുന്നത് ഞാൻ ആലോചിച്ചിട്ടില്ല. അതെന്താ അങ്ങനെ ആലോചിക്കാത്തതെന്ന് അതും കൂടെയാണ് ഈ ചോദ്യം. അല്ല, അത്തരം ആലോചനകൾ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ അതിലെ ചില എലമെൻറ്റ്സ് നമ്മുടെ എഴുത്തിനിരിക്കുമ്പോൾ നമ്മളെ സ്വാധീനിച്ചെന്ന് വരും. ചില കഥാപാത്രങ്ങൾ സ്വാഭാവികമായിട്ടും കടന്നു നിന്ന് വരും. പക്ഷേ ഈ നമ്മുടെ ഇപ്പം വാസ്തവത്തിൽ ഈ ദിന ജീവിതത്തിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്ന പലതും സിനിമയേക്കാൾ മികച്ച അനുഭവങ്ങളാണ് തരുന്നത്. നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ, അത് സിനിമയാക്കിയാൽ വിശ്വസിക്കുക പോലുമില്ല. അപ്പം അതാണ് നമ്മുടെ ജീവിത പരിസരത്ത് നടക്കുന്ന ദൈനംദിനം നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത്തരം സംഭവങ്ങൾ മാധ്യമ വാർത്തകൾ സിനിമയിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നുള്ളൊരു ആലോചന എനിക്ക് എന്തുകൊണ്ടോ ഉണ്ടായി. അല്ല, ഒരുപക്ഷെ സ്വാഭാവികമായി അത് സംഭവിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഞാൻ അതാണ് പറയുന്നത്. ഞാൻ ചുരുക്കം ചില തിരക്കഥകൾക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ചില കഥാപാത്രങ്ങൾക്ക് നമ്മൾ കണ്ട പലരുമായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാധ്യമ ജീവിതത്തിൽ കണ്ട പലരുമായിട്ടും ഒക്കെ രൂപസാദൃശ്യം ഉണ്ടാകും. പക്ഷേ ഒരു സന്ദർഭം എടുത്തൊരു സിനിമ രൂപപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്നേ ഉള്ളൂ. ഈ MBA സ്ക്വയറുമായിട്ട് നടന്നൊരു കാലമുണ്ട്. കുറേ പഴയ കഥയാണെന്നാണ് ഞാൻ മനസ്സിലായത്. കവിത തന്നെ ആൽബങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലം. ഈ പാട്ട് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമാണല്ലോ. അതൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സിനിമാ പാട്ട് എഴുതണം എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ്. ആ കാലത്തെ എങ്ങനെയാണ് ഓർക്കുക? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ആദ്യമായിട്ട് ഒരു കോറൽ ഗ്രൂപ്പിന് രൂപം നൽകുന്നത്. അന്ന് അത് പഠിപ്പിക്കാൻ വന്നത് വിഖ്യാത സംഗീത സംവിധായകനായിട്ടുള്ള ശ്രീ MB ശ്രീനിവാസനായിരുന്നു. അപ്പോൾ അന്ന് കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, പിന്നെ കോട്ടയം സർവകലാശാല, ഇതെല്ലാ സർവകലാശാലകളും കൂടി ചേർന്നിട്ട് ഇതിനൊരു വലിയ കൊയറായിട്ട് രൂപപ്പെടുത്തിയിട്ട് നാഷണൽ ഗെയിംസിന് ഞങ്ങളൊരു പ്രത്യേക പരിപാടി അവതരിപ്പിച്ചു. ഇതെല്ലാം MBSൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. കാരണം വെച്ചാൽ അത് വെറും സിനിമാ പാട്ട് വെറും പാട്ടല്ലെന്നും അല്ലെങ്കിൽ ഏത് പാട്ടും പാട്ട് മാത്രമല്ലെന്നും അതിനകത്ത് മനുഷ്യ ജീവിതമുണ്ടെന്നും മനസ്സിലാക്കി തന്ന സംഗീത സംവിധായകനാണ് MBSൻ്റെ മറ്റൊരു പ്രത്യേകത, ഏത് മനുഷ്യനെ കൊണ്ടും പാടിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ആ തരത്തിലാണ് ഞാനും ഈ കോറൽ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെട്ടത്. എനിക്ക് ചെറുതായിട്ട് മൂളിപ്പാട്ട് പാടാൻ അറിയാവുന്ന എന്നെയും അദ്ദേഹം ഈ കോറൽ ഗ്രൂപ്പിനകത്ത് ഉൾപ്പെടുത്തി. പിന്നീട് MBS മരിച്ചതിന് ശേഷം ആകസ്മികമായിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത്. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ ഒരു കോറൽ ഗ്രൂപ്പ് രൂപം നൽകാമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ശർമാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ പ്രശസ്തനായിട്ടുള്ള M ജയചന്ദ്രൻ, മാത്യു ടി എന്ന് പറയുന്ന സംഗീത സംവിധായകൻ, അങ്ങനെയുള്ള പലരും ചേർന്നിട്ട് ആദ്യത്തെ ഒരു സംരംഭം എന്ന നിലയ്ക്ക് MBS യൂത്ത് കൊയർ തിരുവനന്തപുരത്ത് രൂപീകരിച്ചു. വാസ്തവത്തിൽ ബിനോയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു യഥാർത്ഥ സർവകലാശാലയായിരുന്നു. കാരണം ഇപ്പോൾ പാട്ടെഴുത്തുകാർ ആ MBS യൂത്ത് കൊയറിനകത്ത് ഭാഗ്യവശാലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന ഏക പാട്ടെഴുത്തുകാരൻ ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജയചന്ദ്രന് വേണ്ടി പാട്ടെഴുതി കൊടുക്കാൻ പറ്റി, മാത്യുവിന് വേണ്ടി, കൊയറിന് വേണ്ടി പാട്ടെഴുതാൻ പറ്റി. അപ്പോൾ പാട്ടിൻ്റെ അവസരങ്ങൾ വന്നാൽ ഇപ്പം പ്രശസ്തരായിട്ടുള്ള കവികളുടെ അടുത്ത് പോകുന്നതിന് പകരം ചില സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ പാട്ടുകളും ധാരാളമായിട്ട് ഉപയോഗിച്ചു. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നല്ല ഒരു കാലമായിരുന്നു ഈ MBS യൂത്ത് കൊയർ. ഈ ആൽബങ്ങൾ ക്രിസ്ത്യൻ ഡിവോഷണൽ, ഹിന്ദു ഡിവോഷണലൊക്കെ ആയിട്ട് ഒരു 150 പാട്ടുകൾ ആൽബം മേഖലയിൽ തന്നെ എഴുതിയിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. നന്നായിട്ട് കാശുണ്ടാക്കി കാണുമല്ലേ കാലത്ത്? എങ്ങനെയാണ് ഈ ആൽബം രചനയിൽ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ബിനോയ് ഈ കാലത്ത് ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായിട്ട് മാറുമായിരുന്നില്ലേ? ആൽബം എഴുതുക എന്ന് പറയുന്ന അവസരങ്ങൾ തരുന്നതാണ് പലപ്പോഴും. ഇപ്പം ഞാൻ ആദ്യമായിട്ട് എഴുതിയ ഡിവോഷണൽ ആൽബം എന്ന് പറയുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ളൊരു പാട്ടാണ്. അത് ഭരണിക്കാവ് ശിവകുമാർ 7 പാട്ടും ഞാൻ 1 പാട്ടും എഴുതി. അന്ന് അരുന്ധതിയാണ് ആ പാട്ട് പാടിയത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അരുന്ധതിയുടെ മകൻ പ്രശസ്തനായിട്ടുള്ള ശ്രീകാന്ത് ഹരിഹരൻ എനിക്ക് ഈ അടുത്ത കാലത്ത് സതീഷ് രാമേന്ദ്രൻ്റെ സംഗീതത്തിലൊരു പാട്ട് പാടാൻ എത്തിയെന്ന് പറയുന്നതും അതിൻ്റെ ഒരു കോയിൻസിഡൻസാണ്. എന്തായാലും ഞാൻ ആദ്യമായിട്ട് എഴുതിയ പാട്ട്, റെക്കോർഡ് ചെയ്ത പാട്ട് അനിൽ M അർജുൻ്റെ സ്റ്റുഡിയോയിൽ, അന്നത്തെ ആരഭിയിൽ റെക്കോർഡ് ചെയ്തത് ആറ്റുകാൽ മകൻ, അതെ, MK അർജുൻ മാഷിൻ്റെ മകൻ്റെ സ്റ്റുഡിയോയിൽ അദ്ദേഹം തന്നെ റെക്കോർഡ് ചെയ്തത് മാത്യു ടി സംഗീതം ചെയ്ത ഒരു ആറ്റുകാൽ ഡിവോഷണൽ പാട്ടാണ്. ഇനി അതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുള്ളതെന്ന് പറയുന്ന അറിയപ്പെടുന്ന കവി, എക്കാലത്തെ നല്ല കവികളിൽ മലയാള ഗാനരചയിതാക്കളിൽ ഒരാളാണ് ഭരണിക്കാവ് ശിവകുമാർ. അപ്പോൾ അദ്ദേഹം എൻ്റെ പാട്ട് ഒരു പാട്ടാണെങ്കിലും എനിക്കത് വളരെ നല്ല പ്രോത്സാഹനവും ഒക്കെ തന്നിരുന്നു. പിന്നെ അദ്ദേഹം എഴുതിയ അതിനകത്തുള്ള പാട്ടുകൾ ചില വാക്കുകളൊക്കെ മാറ്റിയും ഒക്കെ ചെയ്യാനും എനിക്ക്
അവസരം കിട്ടിയെന്നുള്ളതും ഒരു പ്രത്യേകത. അദ്ദേഹം അടുത്തില്ലാതെ വരുമ്പോൾ പെട്ടെന്ന് ഒരു വാക്ക് തിരുത്തണമെങ്കിൽ നമ്മൾ ആ സ്വാതന്ത്ര്യം എടുത്തു. അതെ അതെ, തീർച്ചയായിട്ടും ആ സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏത് പാട്ടാണ്, ഏതൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെ ഇപ്പം പറയാൻ കാര്യം കുറച്ച് വർഷങ്ങളായതുകൊണ്ട് അങ്ങനെ ബിജു നാരായണൻ പാടി അതിലെ പ്രധാനപ്പെട്ട ഒരു പാട്ടിൽ ഇപ്പം നമ്മളത് ഞാൻ പിന്നെയും അത്തരം ചില സ്വാതന്ത്ര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് ചില സീരിയലുകൾക്ക് ഇപ്പം മണി ഷൊർണൂർ എഴുതിയ ഒരു സീരിയൽ, അത് ശ്രീകുട്ടൻ സാറ് സംവിധാനം ചെയ്തപ്പോൾ അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരിലെ ഒരാളായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ സ്ക്രിപ്റ്റ് പകർത്തി എഴുതേണ്ടി വരുമ്പോൾ ഞാൻ അതിനകത്ത് ചില ഡയലോഗ്സൊക്കെ സ്വന്തം നിലയ്ക്ക് എഴുതി ചേർക്കുമായിരുന്നു. കാരണം ഇത് പിന്നെ കഥാപാത്രങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അല്ല, ഇത് അനുവാദത്തോടെ ചെയ്യുന്നതാണോ അതോ ഒരു അനുവാദവും ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് പകർത്തി എഴുതുന്നതല്ലേ, പകർത്തി എഴുതുമ്പോൾ മണീഷറിനൊരു ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതെന്നിട്ട് ഇപ്പോൾ നരേന്ദ്രപ്രസാദ് സാറിനെ പോലുള്ള നടന്മാർ, ഇബ്രാഹിം കുട്ടി, മമ്മൂട്ടിയുടെ അനിയൻ ഇബ്രാഹിം കുട്ടിയെ പോലുള്ള നടന്മാരൊക്കെ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പം എൻ്റെ ഒരു ഡയലോഗാണല്ലോ കയറി പോകുന്നതെന്നുള്ളൊരു സന്തോഷം. നമ്മൾ മാത്രമേ അറിയൂ, നമ്മൾ മാത്രമേ അറിയൂ. ഇതൊരു പരിശീലനം പോലെയാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഭരണിക്കാവ് ശിവകുമാർ എഴുതിയ പാട്ടുകളിൽ 1-2 വാക്കുകളൊക്കെ ചേർക്കാനൊക്കെയുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും ഇപ്പം പറഞ്ഞത് ചിലപ്പോൾ ഒരു കുറ്റകൃത്യമായിപ്പം ഭരണിക്കാവ് ശിവകുമാറിൻ്റെ പാട്ട് തിരുത്തിയ ആളാണ് ഞാൻ എന്നുള്ള പാട്ടിൽ. അല്ല, തിരുത്തിയതൊന്നുമല്ല, അതൊരു സ്വാതന്ത്ര്യമാണ്, ഒരു സൗകര്യത്തിന്, ഒരു സന്തോഷത്തിനൊക്കെ ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടം, ഇത് ആൽബം ഒക്കെ എഴുതുന്ന സമയത്ത് ശരിക്കും പാട്ടെഴുത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് വലിയൊരു അതികായനായ ഒരു പാട്ടെഴുത്തുകാരനായിട്ടല്ല ആ കാലത്ത് നമ്മൾ എഴുതുന്നത്. പക്ഷേ ഇപ്പോൾ 7 സിനിമകൾ കഴിഞ്ഞു, ഇനിയും സിനിമകൾ വരാനിരിക്കുന്നു. അപ്പോൾ സിനിമാ പാട്ടെഴുത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ട്യൂണിട്ടാൽ ആ സമയത്ത് തന്നെ നമുക്ക് ആ സിറ്റുവേഷനനുസരിച്ച് പാട്ടിൻ്റെ ആവശ്യപ്പെടുന്ന മൂഡനുസരിച്ച് വരികൾ എഴുതാൻ സാധിക്കണം. അതിലേക്ക് എത്താനുള്ള ഒരു വൈദഗ്ധ്യം ഈ ആൽബം രചനാകാലത്തെ ഈ അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ അങ്ങനെ പറയാം. കാരണം വെച്ചാൽ പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നിയത് നമുക്കിപ്പോൾ കവിത്വം എന്ന് പറയുന്നത് നമ്മളിപ്പം വൃത്തത്തിലും വൃത്തമല്ലാതെയും കവിത എഴുതാൻ നമ്മൾ ശീലിക്കുമല്ലോ. വൃത്തം എന്ന് പറയുന്ന താളമാണല്ലോ, ബേസിക്കലി താളമാണ്. അപ്പോൾ നമ്മളൊരു സംഗീത സംവിധായകൻ ഒരു താളത്തിൽ ഈണമിട്ട് തന്നാൽ നമുക്ക് അതിനകത്ത് അനുയോജ്യമായിട്ടുള്ള വാക്കുകൾ ഉൾപ്പെടുത്തി ആ സന്ദർഭത്തിന് ചേർന്ന പാട്ട് എഴുതുക എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള എക്സ്പീരിയൻസാണ്. ഇത് ഇന്നിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതല്ല. സലിൽ ചൗധരിയും ONV സാറും വയലാറും ഒക്കെ അവരുടെയൊക്കെ ടീമും ധാരാളം പാട്ടുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് വരിയാണോ സംഗീതമാണോ ആദ്യം ഉണ്ടായെന്ന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള തരത്തിലാണ് സംഗീതവും വരിയുമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമ്മുടെ എക്സ്പീരിയൻസൊക്കെ എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള ചില ആലോചനകൾ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ. ഈ വളരെ ബാലിശമായ ആലോചനകളിലൂടെയാണ് എല്ലായ്പ്പോഴും എഴുത്തുകാരൊക്കെ വളർന്നിട്ടുള്ളത്. അത്തരം ചില മോഹങ്ങളിലൂടെ, ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മാത്രം പറഞ്ഞൊരു ആത്മഹർഷത്തിലൂടെ ഒക്കെയാണ് അതൊക്കെ പ്രോത്സാഹനമാക്കിക്കൊണ്ടാണ് വളർന്നത്. എന്തായാലും ശ്രീ BT അനിൽകുമാറിന് ധാരാളം അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ഗാനരചയിതാവായും തിരക്കഥാകൃത്തായും നന്നായി തിളങ്ങാൻ സാധിക്കട്ടെ. സിനിമാ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സി മലയാള ന്യൂസിനൊപ്പം ചേർന്നതിൽ നന്ദി. വളരെ സന്തോഷം. പിന്നെ ഇത്രയും നേരം സഹൃദയനായിട്ടുള്ള ഒരു കവി തന്നെ നേരിട്ട് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിലും വളരെ സന്തോഷമുണ്ട്. എന്തായാലും സി മലയാളത്തിൻ്റെ ഈ അവസരത്തിന് വളരെയധികം നന്ദി.